ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2024 ആയല്ലേ. അപ്പോൾ നമുക്ക് ഈ വർഷം എൻ്റെ ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഈ വർഷം സ്റ്റാർട്ടിങ്ങിലുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ ആണ് കാണിച്ചു തരുന്നത്. ഞാനിപ്പം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലമ്മിൻ്റെ ഷാമ്പൂ, പ്ലമ്മിൻ്റെ കണ്ടീഷണറാണ് കേട്ടോ. ഹെയർ സിറം തേച്ചിട്ടില്ല, ഇപ്പോൾ കുറച്ച് നനഞ്ഞ് കിടക്കുകയാണ്, വെള്ളം അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ഹെയർ സിറം തേക്കും കേട്ടോ. അത് കാണിച്ചു തരാം. പ്ലമ്മിൻ്റെ കോക്കനട്ട് ആൻഡ് സ്ക്വാലിൻ നറിഷ് ഷൈൻ ഹെയർ സിറമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രിസ്സൊക്കെ ഒന്ന് മാറിയിട്ട് മുടി കുറച്ചൊരു ഷൈനായിട്ട് കിടക്കാനായിട്ട് ആ ഒരു സിറം ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മാട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബ്രാൻഡിൻ്റെ നോസ്മേരി ഹൈഡ്രോസോൾ ആണ് കേട്ടോ. ഇത് മുടി കിളിർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് എടുത്തിട്ട് എനിക്ക് എവിടെ വേണ്ടത് ആ പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ആ പോർഷനിൽ മാത്രം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഹെയർ കെയർ കഴിഞ്ഞു. ഇനി ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാട്ടിയുടെ തന്നെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോഡി മാസ്ക് ആയിട്ട് ഇട്ടു. അതിന് മുന്നേ ഞാൻ ചെയ്തത് മൂടിയുടെ ബോഡി വാഷ് ഉണ്ടായിരുന്നു കേട്ടോ. മൂടിയുടെ ബോഡി വാഷ് ഇട്ട് നന്നായിട്ട് തന്നെ എൻ്റെ ബോഡി ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ മാട്ടിയുടെ ഓറഞ്ച് പീൽ പൗഡറിൻ്റെ മാസ്ക് ജസ്റ്റ് വെള്ളം മാത്രം മിക്സ് ചെയ്തിട്ടൊന്ന് മാസ്ക് ആക്കിയിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് നിന്നു. എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അത് കഴുകിക്കളഞ്ഞു. അതിനുശേഷം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മൂടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ അവരുടെ ബോഡി ലോഷനാണ് കേട്ടോ യൂസ് ചെയ്തത്. നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ മൊത്തം ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ അണ്ടർ ആംസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ അണ്ടർ ആം റോളറാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഫേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻറ്റി ആക്നെ ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ. ഇത് ബെലോറ പാരസിൻ്റെ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. PR വന്നതാ ഞാൻ ഇത്രയും അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. പിമ്പിൾസൊക്കെ എനിക്ക് ആക്റ്റീവായിട്ടുള്ള ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരുതി പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതാണ്. അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ടോണറാണ്. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്. ഇതാണ് കേട്ടോ പ്ലമ്മിൻ്റെ ടോണർ. ഇതിങ്ങനെ എടുക്കുന്നത് എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. അപ്പോൾ പ്ലമ്മിൻ്റെ ടോണർ എടുത്തിട്ട് ഫേസ് ഫുൾ ഒന്നിങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് അബ്സോർബ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അബ്സോർബ് ആവട്ടെ. അപ്പം നമ്മുടെ ടോണർ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഹൈലറോണിക് ആസിഡ് സിറമാണ്. ഷിറ്റ് ന്യൂട്രിക്സിൻ്റെ അടുത്ത് തീരാറായി കാണാം നിങ്ങൾക്ക്. ഓൾമോസ്റ്റ് തീരാറായി. ഇത് ഞാൻ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൊരു സിറമാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു 5 ഡ്രോപ്സ് എടുത്താൽ മതി. നന്നായിട്ട് നമ്മുടെ ഫേസിലേക്കൊന്ന് മസാജ് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ സിറം ഒന്ന് അബ്സോർബ് ആവട്ടെ. നമുക്ക് ആ ടൈമിൽ നമുക്ക് ലിപ് ബാം ഇടാം. ലിപ്പ് നിങ്ങളൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു നനവിൽ നമ്മുടെ എന്താ പറയുക തരിത്തരി പോലുള്ള മൈക്രോ ഫൈബർ അല്ലെങ്കിൽ തരിത്തരി പോലുള്ള ടവൽ കിട്ടുമല്ലോ നമുക്ക്, അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അതിൻ്റെയാണ് ഇപ്പോൾ ഇത്രയും കളർ കാണുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ ലിപ്സ് നല്ലൊരു അടിപൊളിയായിട്ടിരിക്കും. നല്ല ആ ഒരു ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ അങ്ങ് മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ഇതും തീരാറായി. ഇത് MCafe ലിപ് ബാമാണ് കേട്ടോ. നല്ലതാണ്. അപ്പോൾ നമ്മൾ MCafe ലിപ് ബാം ഇട്ടു. നമ്മുടെ സിറം നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കെയുടെ സിറമൈഡിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മോയ്സ്ചറൈസർ. ഇത് ആക്ച്വലി ഏറ്റവും നന്നാവുക ഡ്രൈ സ്കിന്നിനാണ്. എന്നാലും എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ് എങ്കിലും എൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഇതെന്താ പറയുക നല്ലതാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ. നമ്മൾ ഇടുമ്പോൾ കുറച്ചൊന്ന് ഓയിലി ആവും. ഞാൻ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്ത് ഇട്ടത് കൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് ഓയിലി ആക്കുന്ന പോലെ തോന്നും. പക്ഷേ നൈറ്റ് സ്കിൻ കെയറിൽ ഇതിട്ടിട്ട് രാവിലെ നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര സപ്പിളായിട്ടിരിക്കും. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുണ്ട്, ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് സ്കിൻ കെയർ റൊട്ടീൻ, അല്ലെങ്കിൽ സ്കിൻ കെയർ പറഞ്ഞു, ഹെയർ കെയർ പറഞ്ഞു, ബോഡി കെയർ റൊട്ടീനും പറഞ്ഞു അല്ലേ, അത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.